ചെറിയ ഒരു ടാസ്ക് ആണ്. രണ്ടുപേരും ചിത്രമൊക്കെ വരയ്ക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ? അങ്ങനെയൊന്നുമില്ല. അവിടെയോ? ആവശ്യം വന്നാ വരയ്ക്കും. ആവശ്യം വന്നാൽ ചിത്രം വരയ്ക്കും അല്ലേ? ആവശ്യം വന്നിരിക്കുകയാണ്. ഇവിടെ 3 മോഡൽസ് നമുക്കുണ്ട്. ഇഷ്ടമുള്ള ഒരു മോഡലിനെ തെരഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു രേഖാചിത്രം. അനശ്വര വരയ്ക്കുവോ? ഇല്ല. രണ്ടുപേരും കൂടി ഒരു ചിത്രമോ അല്ലെങ്കിൽ രണ്ടുപേരും രണ്ടുപേരും വരയ്ക്കും. ഇപ്പൊ വരയ്ക്കില്ല എന്ന് പറഞ്ഞാൽ വേറെ വല്ലതും തരില്ല. അതിനും വരെ വരയ്ക്കുന്ന ഞാൻ നന്നായി വരയ്ക്കുന്നു. ഞാൻ സാധാരണ ഞാൻ വരയ്ക്കാറുണ്ട്. ഞാൻ ആരെങ്കിലും എന്റെ അടുത്തോട്ട് വരുമ്പോ ഞാനൊരു വര വരയ്ക്കും. അതിന്റെ അപ്പുറത്ത് നിന്നാ മതി. ഇവിടെ അത് വിറ്റ് പോയില്ലെങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് കേട്ടാൻ മനസ്സിലാവും. പക്ഷെ ഇത് വളരെ ഞാനൊരു വര വരയ്ക്കും, അവർ അതിന്റെ അപ്പുറത്തെ നിൽക്കുള്ളൂ. അത് അടിപൊളിയല്ലേ? ഞാൻ വരയ്ക്കാറുണ്ട്. അപ്പൊ ബോർഡ് വരട്ടെ. അപ്പൊ ഇങ്ങോട്ട് നോക്കും. 3 പേരിൽ ആരെ വേണം നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് ഷേപ്പ് വേണം ആയിക്കോട്ടെ, അവരൊന്നും പറയത്തില്ല. ഇതായിരിക്കും വരയ്ക്കാൻ എളുപ്പം. അത് കുറച്ച് പാടാ. ഫീച്ചേഴ്സ് ഒക്കെ കുറെ പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. ഞാൻ അണിയറക്കാരനാ, ഞാൻ റഫറി, ഞാനില്ല ഈ കളിക്ക്. അപ്പൊ ബിന്നി എളുപ്പമുണ്ട്. അപ്പൊ നമുക്കൊന്ന് തുടങ്ങിയാലോ? ഞാൻ വരയ്ക്കണോ? വരച്ചോ, ധൈര്യമായിട്ട് വരച്ചോ. ബിന്നി ചേച്ചിനെ വരച്ചോ. എനിക്ക് കഴിവില്ല എന്ന് ഞാൻ ആദ്യമേ ചേച്ചി എന്നോട് റൗണ്ട് വരയ്ക്ക്. എന്നിട്ട് സൈഡിൽ പിന്നീന്ന് എഴുതി പിന്നെ കൃഷ്ണ വെച്ചാൽ മതി. ആരാണെന്ന് ചോദിക്കരുത് വരച്ച്. 3 പേരുന്ന് ആരാണ്? ബിന്നി ചേച്ചി പോസ്. രാജാ രവിവർമ്മയ്ക്ക് കിട്ടോ ഇത്രയും നല്ലൊരു മോഡലിനെ? പോസ് ഇടല്ലേ, പോസ് ഇടല്ലേ. എല്ലാവരും ടെൻഷനല്ലേ നോക്കിയിരിക്കുക. അയ്യോ കറക്റ്റ് ഏകദേശം. അയ്യോ പക്ഷെ ബിന്നിയാണ്ടി പോലെ തോന്നുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റും. ഫോട്ടോയിലോട്ട് നോക്കുമ്പോ എനിക്ക് തോന്നുന്നുണ്ട്. ചായ ഉണ്ട് കേട്ടോ. നമുക്ക് വരയ്ക്കേണ്ടതാണ്. എനിക്ക് ഒരു രക്ഷയില്ലാത്തൊരു കാര്യം വരയ്ക്കാന്ന് പറഞ്ഞ ഒന്നും അറിയില്ല. അതാ അടിപൊളി. ഇതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അയ്യോ ഇത് എന്നെക്കാളും സുന്ദരി. ശരിക്കും ഇത്രയൊക്കെ മെലിഞ്ഞിരിക്കണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ശരിക്കും ഈ കുട്ടിക്ക് ഇത്രയും ഒരു വലിയ കഴിവുണ്ടെന്ന് നമ്മൾ ടോപ്പ് സിംഗർ വേദിയിൽ നിന്നല്ലേ ഒളിച്ചു വെച്ചിരുന്ന കഴിവാണ് വെളിയിൽ ചാടിയത്. എന്നെ അനുവദിക്കാത്ത എന്റെ ഈ കഴിവ് അനശ്വര അസലായിരിക്കും കേട്ടോ. കാരണം ഇത്ര വിത്തിൻ സെക്കൻഡ്സ് ഏകദേശം ഒരു എന്താ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കല്ലേ. നോക്ക്, അനശ്വര ഒരു പൂർണ്ണ കലാകാരിയാണ്. ഇവിടെ ഒരു സൈൻ ഇട്ടോളൂ അനശ്വര. പറ്റുമെങ്കിൽ ഈ ബോർഡ് ഞാൻ കൊണ്ടുപോകും ചെന്നൈയിൽ. അടിപൊളി. ആ വീടിന്റെ മുമ്പിൽ വയ്ക്കുമല്ലേ. ഇതാണ് അനശ്വര വരച്ച ബിന്നി ചേച്ചിയുടെ രേഖാചിത്രം. അടിപൊളി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആ താടിയൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഉണ്ട് ചേച്ചിക്ക് അങ്ങനെ ഒരു തീറ്റ കുറച്ചാ വരും. അപ്പോ ആദ്യ രേഖാചിത്രം തന്നെ ഇത്രയും സക്സസ് ആയ സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു ചിത്രം മായ്ക്കുന്നില്ല. അനശ്വരയുടെ വരയോടുകൂടി നമ്മൾ ഈ ഒരു കോമ്പറ്റീഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മാമ രക്ഷപ്പെട്ടു. ജസ്റ്റ് മിസ്.
ചേച്ചിയുടെ തലവര അയ്യോ സൂപ്പർ ആയിട്ടുണ്ട് ശരിക്കും കാര്യമായിട്ട് പറഞ്ഞ ക്ഷമിക്കണമെന്നോ അസലായിട്ടുണ്ട് ഞാൻ നന്ദിയല്ലേ പറഞ്ഞത് പക്ഷെ നമ്മളൊരു കോമ്പറ്റീഷൻ ഒരു ഫണ്ണായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് കൊടുത്തെങ്കിലും നമുക്ക് നല്ലൊരു ചിത്രം തന്നെ അനശ്വര വരച്ചു തന്നു. ഗംഭീരമായിട്ട് അടിപൊളി. അനശ്വരയുടെ രേഖാചിത്രവും ഗംഭീരമാവട്ടെ. താങ്ക് യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.